നമ്മൾ നഴ്സുമാരുടെ സമരത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. മാലാഖമാരല്ല, അവർ മനുഷ്യരാണ്. അവർക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരേണ്ടതുണ്ട്. ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. മിനിമം വേതനം പോലും ലഭിക്കാതെയാണ് സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. അർഹമായ വേതനം ഉറപ്പാക്കണമെന്ന പല ഘട്ടങ്ങളിലായ ആവശ്യം ഉയർത്തിയെങ്കിലും പരിഗണിക്കപ്പെട്ടിട്ടേയില്ല. പലപ്പോഴും ജോലി സമയത്തിന് പുറമേയും ജോലിയെടുത്തിട്ടും മിനിമം വേതനം ലഭിക്കാത്തത് അനീതി തന്നെയാണ്. കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാട് കൂടി നഴ്സുമാരോട് സംസാരിച്ചത് കേൾക്കും. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരും ആശുപത്രി ജീവനക്കാരുമൊക്കെ ഒരു സമ്പൂർണ്ണ പ്രതിഷേധത്തിലേക്ക്, പണിമുടക്കിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. അവർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങളും ശമ്പളവും ഒന്നും ലഭിക്കുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഒരു സൂചന സമരത്തിലേക്ക്, ഒരു സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് ഉൾപ്പെടെ ഇവർ കടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ മിംസ് ആശുപത്രിയിലാണ്. ഇപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി എങ്ങനെയാണ്? ഇവിടുന്ന് ലഭിക്കുന്ന വേതനം? അല്ല, ഞങ്ങളുടെ മാത്രമായിട്ടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്, കേരളത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും ഒരു പഠിക്കണമെങ്കിൽ തന്നെ ലക്ഷങ്ങളാണ്. ഇപ്പോൾ ഒരു നഴ്സിംഗ് കഴിഞ്ഞ് ഇറങ്ങണമെങ്കിൽ 10-15 ലക്ഷങ്ങളൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും പഠിച്ചിറങ്ങുന്നത്. ഇവർക്ക് കിട്ടുന്ന വേതനം കൊണ്ട് അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ലോൺ അടഞ്ഞു പോകാനുള്ള പോലും പിള്ളേർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലിപ്പം എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് ജസ്റ്റ് ഒരു 2 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും വിദേശത്തേക്ക് പോകുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. നമ്മളെല്ലാം ബസ്സിന് വരുന്നവരാ. അപ്പോൾ ഞങ്ങൾക്ക് ബസ് ഫെയർ തന്നെയായിട്ട് ഒരു മാസം 5000 രൂപയുടെ അടുത്ത് ചിലവുണ്ട്. പറഞ്ഞാൽ നിങ്ങളുടെ പേരിനോടൊപ്പമുള്ള ടാഗ് ലൈൻ മാത്രമേ ബാക്കിയുള്ളൂ. ദയവേത് മാലാഖയെന്ന് വിളിക്കരുത്. ഞങ്ങൾക്ക് ഇപ്പം നിലവിൽ നമുക്കത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് മാലാഖമാരാണ് ചിറക് വേണ്ടേ. നമുക്ക് മാലാഖ എന്നുള്ളൊരു വിളിപ്പേര് കൊണ്ട് മാത്രം നമുക്ക് ഫുഡ് കഴിക്കാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമല്ലോ, വെള്ളം കുടിക്കാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമല്ലോ. ഞങ്ങൾക്ക് എക്സ്പെൻസില്ല. ഈ നാട്ടിലെ എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നതിനനുസരിച്ച് ഞങ്ങൾ ഈ സെയിം വിലയ്ക്കാണ് കിട്ടുന്നത്. അല്ലാതെ ഞങ്ങൾ നഴ്സാണ് മാലാഖയാണെന്ന് പറഞ്ഞാൽ എങ്ങും ഞങ്ങൾക്ക് കൺസിഡറേഷൻ കിട്ടുന്നില്ല. ഞങ്ങൾ നഴ്സുമാർ മാത്രമാണ് ഈ പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമുള്ളതെന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ ഇനിയും ഞങ്ങൾക്ക് കണ്ടു നിൽക്കാനാവില്ല. ഞങ്ങൾ നാളെ നടക്കുന്ന സമരത്തിൽ എല്ലാ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ 1/3 സ്റ്റാഫ് കൊടുത്ത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റെല്ലാം ഞങ്ങൾ ഒഴിവാക്കും. ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി ലൈഫ് സേവിങ് കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പരിഗണിക്കുള്ളൂ. ഇങ്ങനെ ഇതും നാളെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ചും കിടന്ന് ഇതിലൊരു മുന്നോട്ട് തീരുമാനമായിട്ടില്ല എങ്കിൽ അവിടുന്ന് ഞങ്ങൾ തീരുന്നത് വരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നിന്ന് ഈ സമരം വിജയിപ്പിക്കുന്നവരെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള നഴ്സുമാരെ ഒറ്റക്കെട്ടായി പൊരുതും. ഞങ്ങൾ 1 മണിക്കൂർ മുന്നോട്ടിറങ്ങി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യ മേഖല സ്തംഭിക്കും. 29 ലക്ഷം നഴ്സുമാരാണ് ഈ കേരളത്തിൽ തന്നെ ഉള്ളത്. തുച്ഛമായ ശമ്പളത്തിൽ ഇനി മുന്നോട്ട് ജീവിക്കാൻ ഒരു നഴ്സിനും സാധ്യമല്ല. കാരണം ഇതിൽ അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജോലി ചെയ്യുക അതൊരു സാമൂഹ്യ പ്രവർത്തനമായാൽ ഇപ്പോൾ പേരിനോടൊപ്പമുള്ള ആ ടാഗ് ലൈൻ ഇനിയെങ്കിലും ഒന്ന് ഒഴിവാക്കി ഞങ്ങൾക്ക് പറക്കാനുള്ള ചിറക് നൽകണം എന്നുള്ളതാണ് ഇവരൊക്കെ ആവശ്യപ്പെടുന്നത്. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 20,000-ഉം 22,000-ഉം ഒക്കെ മാറ്റി 40,000 രൂപയെങ്കിലും ന്യായമായ ശമ്പളമായി നൽകണമെന്നുള്ള ആവശ്യമാണ് ആരോഗ്യ മേഖലയിലുള്ള നഴ്സുമാരും ജീവനക്കാരും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. അതിശക്തമായിട്ടുള്ള സമരവുമായി ഇനി മുന്നോട്ട് പോവാതിരിക്കാൻ കഴിയില്ല, ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലാണ് എന്നുള്ള കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് രമേശ് ചെറുവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ.